നോമ്പ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമതായിട്ട്, നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന. പല ആളുകളും അശ്രദ്ധമായി കളയുന്ന ഒരു സമയമാണ്. നോമ്പ് തുറക്കുന്ന എല്ലാ വിഭവങ്ങളും ഒരുക്കി വെച്ച് സമയമാകാനായിട്ട് കാത്തിരിക്കും. ആ സമയത്ത് നമ്മൾ അശ്രദ്ധമായിട്ട് എന്തെങ്കിലും സംസാരിച്ചോ മൊബൈലിൽ കളിച്ചോ ഒക്കെ ആ സമയം പാഴാക്കും. എന്നാൽ ആ സമയത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആ സമയത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കാം. രണ്ടാമതായിട്ട്, സമയമായാൽ ഉടനെ തന്നെ നോമ്പ് തുറക്കാം. എന്നാൽ നമ്മുടെ നാട്ടിലെ പല ആളുകളും സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് 3-4 മിനിറ്റ് ഒക്കെ ബാങ്ക് വൈകിപ്പിച്ച് വിളിക്കാറുണ്ട്. അങ്ങനെ വിളിക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഹബ്ബു ഇബാദി ഇലയ്യ അഅജലുഹും ഫിത്റ. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ളവൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവൻ സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുന്നവനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് സമയമായാൽ ഉടനെ തന്നെ നോമ്പ് തുറക്കാൻ ശ്രദ്ധിക്കാം. മൂന്നാമതായിട്ട്, നമ്മൾ നോമ്പ് തുറക്കുമ്പോഴേ ഈത്തപ്പഴമോ അത് കിട്ടിയില്ലെങ്കിൽ കാരക്കയോ അതും കിട്ടിയില്ലെങ്കിൽ വെള്ളം കൊണ്ടോ നമ്മൾ എന്ത് ചെയ്യാം, നോമ്പ് തുറക്കാം. അതാണ് സുന്നത്ത്. ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥന കൂടി നമ്മൾ പ്രാർത്ഥിക്കാം. ഈ ഒരു പ്രാർത്ഥന കൂടി നമ്മൾ